ചെമ്പന്തൊട്ടിയിലുണ്ടായ ഊറാറ വിഷയം ആദ്യമായിട്ട് മറനീക്കി ഷെക്കന ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ആദ്യമായി തന്നെ ചെമ്പന്തൊട്ടി ഇടവകയിലെ ബഹുമാനപ്പെട്ട അച്ഛനും ഇവിടുത്തെ ഇടവക ജനവും നമ്മോട് പ്രതികരിക്കുകയാണ്. ചെമ്പന്തൊട്ടി കോൺവെന്റിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകൻ്റെ നേതൃത്വത്തിൽ മഠത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുശേഷം ആ നിസ്കരിക്കാനാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് മുസ്ലിം പള്ളിയുണ്ട്, അല്ല എങ്കിൽ അതിൻ്റെ അടുത്തുള്ള മുസ്ലിം വീടുകളുണ്ട്. മുസ്ലിം വീടുകളിലെല്ലാം നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ഉള്ളതാണ്. ഒരു തിന്മയ്ക്കും അധികം നീണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. നമ്മൾ വിശുദ്ധമായിട്ട് കരുതുന്ന ഊറാറെ നമ്മളൊരു ഏറ്റവും മോശമായിട്ട് കാണരുതാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്നത് നമുക്കറിയാം, നമ്മളെ അപകടിക്കുന്നത് തുല്യമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പത്രമാത്രം വിശുദ്ധ വസ്തുവിനെ ഏറ്റവും അശുദ്ധമാക്കാൻ ശ്രമിച്ചത് നമ്മൾ സങ്കടകരമായ ഒരു കാര്യമാണ്. അതിനൊരു പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുക ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ നമ്മൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. ശരിക്കും ഇവിടുത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, മുനമ്പത്ത് ലോഹയിട്ട വൈദികർ വർഗീയത പറയുന്നുവെന്ന്. പക്ഷേ ചെമ്പന്തൊട്ടിയിൽ നടന്ന ഈ ഒരു വലിയ മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലുള്ള ക്രൈസ്തവ അവഹേളനം എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ കാണുന്നില്ല? എന്തുകൊണ്ട് പ്രമുഖ വാർത്താ ചാനലുകൾ പ്രതികരിക്കുന്നില്ല? ഇന്ന് ഷെക്കനോടൊപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനാണ്, ഫൊറോന വികാരി. അച്ഛാ, ഇപ്പോഴത്തെ ഈ കേസ് കൊടുക്കുകയുണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പുതിയ അപ്ഡേറ്റുകൾ? ഞങ്ങൾ ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തമായ വിവരം എഴുതി കൊടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. പോലീസ് വരികയും വന്ന് നോക്കുകയും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി അവർ കൂടുതൽ അന്വേഷിച്ചിട്ട് വിവരങ്ങൾ പറയാമെന്നും പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നും നമുക്കുള്ള നിർദ്ദേശമാണ് അവർ തന്നിട്ട് പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ശുചിമുറിയിൽ നിന്നാണ് ഊറാറ കണ്ടെടുത്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകൾ അതിൻ്റെ വ്യക്തത വരുത്തുവാനുണ്ട്. അപ്പം നമ്മുടെ ആ കണ്ടെടുത്ത ആൾ അറബിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഷെക്കന ന്യൂസ് പുറത്തു വിടുകയുണ്ടായി. അത്ര നിന്ദ്യമായിട്ടുള്ള രീതിയിൽ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ അത് നിക്ഷേപിക്കുകയും അതിനെ മനഃപൂർവ്വം ഒന്നോ രണ്ടോ ആളായിരിക്കില്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ ഇടവക ജനം ഒരുമിച്ച് എന്തുകൊണ്ടാണ് മുന്നോട്ട് ഇത്രയും ദിവസമായിട്ട് വരാതിരുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണിത്. കാരണം ഞങ്ങളുടെ വിശുദ്ധ വസ്ത്രമായിട്ടുള്ള 2 ഊറാറയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം നോക്കിയപ്പോഴാണ് ഇത് കാണാതെ പോയത്. ഞങ്ങൾക്ക് വ്യാഴാഴ്ചയാണിത് നമ്മൾ ക്ലോസറ്റിൽ നിന്ന് ലഭിക്കുന്നത്, പുരുഷന്മാരുടെ ഭാഗത്തുള്ള ക്ലോസറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു, ഇവിടെ നഷ്ടപ്പെട്ടു പോയിരുന്നത്. അതിൽ ഒന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഒന്ന് നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി മാനസിക വിഷമങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ താമസിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കലോത്സവം നടക്കുന്ന സമയമായിരുന്നു. ആ കലോത്സവം കഴിയട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അപ്പോൾ കലോത്സവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേലധികാരികളൊക്കെ ബന്ധപ്പെടുകയും തലശ്ശേരി അധിരൂപത ബിഷപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അപ്പോൾ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇന്നലെ ഒന്നിച്ചുകൂടി ആലോചിച്ചിട്ട് പ്രതിഷേധം ആവശ്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഒരു പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്ത് രേഖപ്പെടുത്തുകയും ഇന്ന് വന്ന് കൂടി ഇന്ന് ഞായറാഴ്ച ഞങ്ങളുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാ സമൂഹം ഒന്നിച്ചുകൂടി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തേ. ഈ ഒരു പ്രതിഷേധത്തിൽ നമുക്ക് കൂടുതൽ ഫലം കാണുവാൻ സാധിക്കുമോ? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകളുണ്ടോ ഈ കേസുമായിട്ട്? അത് ഞങ്ങൾക്ക് പ്രത്യാശ അതേ ഉള്ളൂ. കാരണം പോലീസ് ഇടപെടുമെന്നുള്ള പ്രതീക്ഷയില്ല ഞങ്ങൾ ഈ പ്രയോഗിക്കുക. മാത്രമല്ല, ഇതൊരു മോശമായൊരവസ്ഥയാണെന്ന് ജനം അറിയണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ചെമ്പന്തൊട്ടിയിലെ നടത്തിപ്പ് കൈക്കാരൻ നമ്മോടൊപ്പം ഉണ്ട്. ആ ദിവസങ്ങളിലെല്ലാം ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ നമ്മുടെ പുതിയ കൊച്ചച്ഛൻ ഇങ്ങോട്ട് വരുന്ന സമയമായിരുന്നു. ഞങ്ങളെല്ലാം തിരക്കിലായിരുന്നു, അച്ഛൻ സ്വീകരിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു അറബിയിൽ നിന്ന് വന്ന ഒരു ചേട്ടനാണ് ഈ ഊറാല അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നത്. അച്ഛനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത്യാവശ്യം വേഗം കുറച്ച് സോപ്പ് എടുത്തുകൊണ്ട് പോവാം, ഇത് കഴുകി നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ ടോയ്ലറ്റിലിട്ട് നശിപ്പിച്ച് കളയേണ്ട ഒരു സാധനമല്ല, വളരെ പരിപാവനയോടെ കരുതേണ്ട ഒരു വസ്ത്രമാണിത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനാണ് പോയിട്ട് ബാത്റൂം ഇവിടുന്ന് അടുക്കളയിൽ നിന്ന്
സോപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തേ. അദ്ദേഹം അത് കഴുകി വൃത്തിയാക്കി അവിടെ ഇട്ടു തന്നിട്ട് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം പോയത്. അത്രയാണ് ആ സമയത്ത് അവിടെ സംഭവിച്ചത്. അന്നാണ് ഞങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇടവക ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞങ്ങളെ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവായതുകൊണ്ട്, ഞങ്ങളുടെ മൂല്യം ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ട്, ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ ഗുരുക്കന്മാരെ അനുസരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ആദ്യ പ്രതികരണമാണ് ഇത്. ഒരുപക്ഷെ പോലീസ് അധികാരികൾ വളരെ കൃത്യമായി CCTV പരിശോധിച്ച ശേഷം, ഇതിൻ്റെ ആളുകളെ ചോദ്യം ചെയ്ത ശേഷം, കൃത്യമായി ഒരാളായിരിക്കില്ല പല ആളുകളെയും ചോദ്യം ചെയ്ത ശേഷം ആ ആളെ രംഗത്ത് കൊണ്ടുവരികയും അതാരായാലും അവരെ അതിശക്തമായ രീതിയിൽ അവരെ കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള ഒരു അറിയിപ്പായി ഞാൻ പറയുന്നു, ഇത് ഞങ്ങളുടെ ആദ്യ പ്രതികരണം മാത്രമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ അടങ്ങുമെന്നോ ഇതുകൊണ്ട് ഞങ്ങൾ ഒരു മാളത്തിലേക്ക് ഒളിക്കുമെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ചെമ്മന്തൊട്ടിയിൽ അടുത്ത കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവവികാസങ്ങളും ഇവിടുത്തെ മത സാമുദായിക മൈത്രിക്ക് ഉതകുന്ന രീതിയിലല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെമ്മന്തൊട്ടി ഹൈസ്കൂളിലെ ആർട്ട് ഗാലറി തകർത്തപ്പോഴും, ചെമ്മന്തൊട്ടിയിൽ ഇതിനു മുമ്പ് ഒരു ഫിലിം പ്രദർശിപ്പിച്ചു എന്ന പേരിലും പല കുട്ടികളെയും നമ്മുടെ സ്കൂളിൽ നിന്നും മറ്റു സ്കൂളുകളിലേക്ക് മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ഇവിടുത്തെ നല്ലവരായ ക്രൈസ്തവർ അതിനെതിരെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തതായി കണ്ടില്ല. പക്ഷേ അതൊരു ബലഹീനതയായി കണ്ടുകൊണ്ടാണ് പിന്നീട് വന്ന പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സംഭവത്തിലെ വിശദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് അത് വളരെ വിദഗ്ധമായ രീതിയിൽ കണ്ടുപിടിക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടാൽ അതൊരു വലിയ പ്രശ്നമായി തീരും എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ചില പ്രത്യേക സംരക്ഷണമുണ്ട്, പ്രത്യേക അവകാശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ അവകാശങ്ങളും ആ സംരക്ഷണവും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ആര് ശ്രമിച്ചാലും അതിനെതിരായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിൽക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചെമ്മന്തൊട്ടി ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയുടെ ഏതാണ്ട് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ 1240 ഇടവകക്കാരുള്ള ഈ ചെമ്മന്തൊട്ടി സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലെ നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചനടക്കം ഞാനടക്കം ഞങ്ങൾ ഈ ഇടവക സമൂഹം മൊത്തം ഈ കലോത്സവം ബന്ധപ്പെട്ട് എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും സാമൂഹ്യ ദ്രോഹികളെ ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് കുറേ ആളുകൾ ഇങ്ങനെ കുട്ടികളടക്കം കുറേ ആളുകൾ അഴിഞ്ഞാടുമായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്നിട്ട് പലരെയും ഇവിടുന്ന് ഒഴിവാക്കി, പിള്ളേരെ കുട്ടികളടക്കം. പക്ഷേ എന്തായാലും വേണ്ടിയില്ല, ഇതൊരു നീചമായ പ്രവർത്തനമാണ്. കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ഇവിടെ ചെമ്മന്തൊട്ടിയെ സംബന്ധിച്ചോളം 75 വർഷം പാരമ്പര്യമുള്ള ചെമ്മന്തൊട്ടി പ്രദേശത്തെ ഭിന്നിപ്പിക്കാനും തീവ്രവാദ ആളുകൾ ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ചെമ്മന്തൊട്ടി ഫൊറോന ദൈവാലയവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ആ നടപടിയെ അപലപിക്കുകയും ചെയ്തുകൊണ്ട് ഇടവക സമൂഹം ഒന്നടങ്കം ഇന്ന് രാവിലെ ദീപബലിക്ക് ശേഷം ഈ കുരിശും തൊട്ടിയിൽ അണിനിരന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. സത്യം, നീതി, സ്നേഹം ഇവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈശ്വര വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ത്യാഗോജ്വലമായ വിശ്വാസം ജീവിതം നയിക്കുന്ന കത്തോലിക്ക സഭാ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അവരെ അങ്ങേയറ്റം ആദരവോടുകൂടി കാണുന്ന തിരുവസ്ത്രത്തിൻ്റെ ഭാഗം ഉറാല എടുത്തുകൊണ്ടുപോയി വളരെ ഏറെ വ്യസനിപ്പിക്കുന്ന തരത്തിൽ അത് കണ്ടെത്തുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തെ വളരെ ശക്തമായി അപലപിക്കുകയാണ് AKSSയുടെ പ്രവർത്തകർ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ അതുണ്ടായ ആ നിമിഷം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുവാനുള്ള സന്ദേശങ്ങൾ കൊടുത്തിരുന്നു. എങ്കിലും സംയമനത്തോടുകൂടി ഈ കാര്യത്തെ നോക്കിക്കാണുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് മറ്റു തലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അക്ഷീണമായി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ശാന്തതയോടുകൂടി ഈ ഇടവക ജനം അതിനെ വിലയിരുത്തിക്കൊണ്ടുവരികയാണ്. പോലീസ് നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു.